ഓണാഘോഷമായാൽ ഓണസദ്യ വേണം. ഓണസദ്യയ്ക്ക് തൂശനിലയും. മലയാളിക്ക് ഓണസദ്യ ഉണ്ണാനുള്ള തൂശനില എത്തുന്നത് കൂടുതലായും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങുമ്പോൾ കോട്ടയം ഇടമറുകയിലെ ഈറ്റയ്ക്കൽ ഫാമിൽ വാഴയില ഒരുക്കുന്ന തിരക്കിലാണ്. മലയാളിക്ക് ഓണസദ്യ പോലെ തന്നെ പ്രധാനമാണ് അത് വിളമ്പുന്ന വാഴയിലയും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് വാഴയില പ്രധാനമായും എത്തുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി വാഴയില മൊത്തവ്യാപാര രംഗത്ത് പേരെടുത്തവരാണ് കോട്ടയം ഇടമറുകിലുള്ള ഈറ്റയ്ക്കൽ ഫാം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി വിവിധ ഹോട്ടലുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ വാഴയിലകൾ സപ്ലൈ ചെയ്യുന്നത് ഇവരാണ്. തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള സ്ഥലത്ത് സ്വന്തമായി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചും വാങ്ങിയും എത്തിക്കുന്ന വാഴയില തരം തിരിച്ച് മുറിച്ച് ആവശ്യാനുസരണം എത്തിച്ചു നൽകുകയാണ് ഇവർ. മലയാളികൾ ഓണാഘോഷത്തിലേക്ക് കടന്നതോടെ വാഴയിലയ്ക്കും ഡിമാൻഡ് വർദ്ധിച്ചു, ഒപ്പം വിലയും കൂടി. ഇപ്പം ഇലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയതേ തന്നെ ഭയങ്കര മുഹൂർത്തമായതിൻ്റെ പേരില്ല ഈ വർഷം തുടക്കത്തിലെ തന്നെ വില കൂടിയാണ് വരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ അവിടുത്തെ മാർക്കറ്റിന് 4 രൂപ 75 പൈസ വാഴയിലയ്ക്കായി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് 5.50 രൂപയ്ക്കാണ് ഞങ്ങളിവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇനി ഓണം തുടങ്ങിയില്ലേ ഉള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തമിഴന്മാരാണ് ഇപ്പം വില നിയന്ത്രിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ സാധനം വരുന്നത്. അപ്പോൾ അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര വില വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നലെ കിട്ടിയ വില എന്ന് പറയുമ്പോൾ 4 രൂപ 75 പൈസയ്ക്കാണ് നമുക്കൊരു ഇല മേട്ടുപാളയത്ത് നമുക്ക് കിട്ടിയത്. കേരളത്തിനകത്തും വിവിധ സ്ഥലങ്ങളിലെ കർഷകരിൽ നിന്ന് വാഴയിലകൾ നേരിട്ട് വാങ്ങിയും വിപണനം നടത്തുന്നുണ്ട്. എന്നാൽ വാഴയില വിൽപ്പനയ്ക്കായി നമ്മുടെ നാട്ടിൽ വാഴകൃഷി കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. 4 രൂപ മുതൽ 5 രൂപ വരെ വില നൽകിയാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇലകൾ വാങ്ങുന്നത്. ഓണക്കാലമായതോടെ വാഴയില വിപണി സജീവമായി. ഓണാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള സദ്യയ്ക്ക് വാഴയില കൂടിയേ തീരൂ എന്നുള്ളതിനാൽ കടകളിൽ വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണ്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം പ്രത്യേകമായിട്ട് വെട്ടി ഒരുക്കി പാക്ക് ചെയ്താണ് വൃത്തിയായിട്ട് രീതിയിലാണ് അവർക്ക് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സ്ഥിരമായിട്ടുണ്ട്. അതുകൂടാതെ സീസണായി കഴിയുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടുന്നുമുണ്ട്. അതനുസരിച്ച് സാധനം ഇവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ കോളേജുകൾ, സ്കൂളുകളൊക്കെ മൊത്തം അങ്ങനെ ഓണപ്പരിപാടിക്ക് വരുമ്പോൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാറ്റും മഴയും മൂലം കേരളത്തിൽ വാഴകൃഷി വ്യാപകമായി നശിച്ചതും മഴ കുറവ് മൂലം തമിഴ്നാട്ടിലും കർണാടകയിലും ഉൽപ്പാദനം കുറഞ്ഞതും വില ഉയരാൻ കാരണമായിട്ടുണ്ട്. നിലവിൽ 6 രൂപ മുതൽ 7 രൂപ വരെയാണ് വാഴയിലയുടെ മൊത്തവില. എന്നാൽ വരും ദിവസങ്ങളിൽ ഇത് ഉയരാനാണ് സാധ്യത. മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ ഓണപ്പൂക്കൾ മാത്രമല്ല, പച്ചക്കറികളും വാഴയിലയും വരെ തമിഴ്നാട്ടിൽ നിന്നും എത്തണം. കേരളത്തിൽ ഇത്തവണ ഉൽപ്പാദനം കുറഞ്ഞത് വില ഉയരുവാൻ കാരണമായി. വില ഇനിയും ഉയരുമെന്നാണ് മൊത്തവിതരണക്കാർ സൂചിപ്പിക്കുന്നത്. ഇടമറുകിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.